നമസ്കാരം. മലയാളികൾ ഇപ്പോൾ കനത്ത കൺഫ്യൂഷനില്ല. കറണ്ട് ഒരു ദിവസം ഒരു 28 പ്രാവശ്യം പോകുന്നുണ്ട്. പക്ഷെ കറണ്ട് മന്ത്രി പറയുന്നത്, കറണ്ട് മാമനില്ലേ പറയുന്നത്, വൈദ്യുതി നിയന്ത്രണം മാത്രമേ ഉള്ളെന്നാണ്. കറണ്ട് കട്ടില്ല, പവർ കട്ടുമില്ല, ലോഡ് ഷെഡിങ്ങും ഇല്ല. പിന്നെ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് എന്ത് പറയണം? ഒരു ദിവസത്തിന്റെ പകുതിയിലധികം സമയവും നമുക്ക് കറണ്ട് കിട്ടാത്ത അവസ്ഥ എന്ത് വിളിക്കണമെന്നറിയാതെ കൺഫ്യൂഷനിൽ കുഴങ്ങുകയാണ് മലയാളികൾ. ഇപ്പോൾ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോഡ് ഷെഡിംഗ്. കൺട്രോളേ ഉള്ളൂ, നിയന്ത്രണമേ ഉള്ളൂ, ലോഡ് ഷെഡിംഗ് അല്ല. അതെ, പാന്റ് അല്ല, കാൽപാദം വരെയുള്ള ട്രൗസർ. വിലക്കയറ്റം ഉണ്ടാകുമ്പോഴും പറയുന്നത് എങ്ങനെയാ? ഇത് വിലക്കയറ്റമല്ല, പണ്ടത്തേതിൽ നിന്ന് കുറച്ച് വില വ്യത്യാസം വന്നിട്ടുണ്ട്, അത്രേ ഉള്ളെന്ന് പറയും. ഇതിപ്പോ ലോഡ് ഷെഡിംഗ് അല്ല, പവർ കട്ടല്ല, വൈദ്യുതി നിയന്ത്രണം. ഓരോന്നിനും അവരുടേതായിട്ടുള്ള ചെല്ലപ്പേരുകൾ ഇടും. ആ ചെല്ലപ്പേരിനെ നമ്മൾ അങ്ങ് അംഗീകരിച്ചാൽ മതി, അത്രയും മതി അവർക്ക്. നിയന്ത്രണം ഏർപ്പെടുത്തിയതേ ഉള്ളൂ. കൂടുതൽ ഓവർലോഡ് വരുമ്പോൾ അത് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ, അല്ലാണ്ട് ലോഡ് ഷെഡിംഗ് ഇല്ല. എന്നാ ഇവിടെ വൈദ്യുതിയുടെ ആവശ്യം കുറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ ആവശ്യത്തിന് വൈദ്യുതി ഇവിടെ ഏത് കാലത്താണ് കിട്ടിയിട്ടുള്ളത്? എല്ലാ കാലത്തും വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. പവർ കട്ടിന്റെ ദുരിതം മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളെന്ന് ബസ്സിന്റെ മൂലത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സഹിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരുവിധപ്പെട്ട മനുഷ്യരെല്ലാം എന്താണ്ട കടലിന്റെ തീരത്ത് പോയി കിടന്നുറങ്ങുന്ന ആളുകൾ, KCB ഓഫീസിന്റെ വരാന്തകളിലൊക്കെ ചെന്ന് കിടന്നുറങ്ങുന്നു. അവിടെ മാത്രം എപ്പോഴും കറണ്ട് കാണുമല്ലോ. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ചൂടാണെങ്കിൽ ചരിത്രത്തിലില്ലാത്ത ചൂട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. ഒരുപാട് മരുന്നുകൾ, അവശ്യ മരുന്നുകളൊക്കെ ഫ്രിഡ്ജിലും മറ്റും സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ആ മരുന്നുകൾ ചീത്തയാകുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് ഡ്രിപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഉപകരണങ്ങൾ നശിക്കുന്നു. എല്ലാ വീടുകളിലും ഒന്നും ഇൻവെർട്ടറുകൾ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഉപകരണങ്ങൾ നശിച്ചു പോയാൽ അതിനാരും മറുപടി പറയും? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അരമണിക്കൂർ എല്ലായിടത്തും പവർ ഓഫ് ആക്കും, അങ്ങനെ പവർ കട്ട് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അരമണിക്കൂർ നിങ്ങൾ ഓഫാക്കിയിടും. കറണ്ട് വരും, 3 മിനിറ്റ് കഴിഞ്ഞ് ഡ്രിപ്പ് ആകും, പിന്നെയും വരും, പിന്നെയും പോകും. എന്നിട്ട് പറയുന്നത് വൈദ്യുതി നിയന്ത്രണം. പീക്ക് സമയങ്ങളിൽ നിയന്ത്രിക്കുന്നതാണെന്നാണ് പറയുന്നത്. നിയന്ത്രിച്ച് എല്ലാം കയ്യിൽ നിന്ന് പോകാറായി, എന്നിട്ട് നിയന്ത്രണം കഴിഞ്ഞില്ല. എന്താ ഞാൻ പറയാ, നിങ്ങൾ ഈ ഉഷ്ണം കൂടുമ്പോൾ എന്താ ചെയ്യാ? ഒരു വൈദ്യുതി മന്ത്രിയാണോ പ്രതികരിക്കുന്നത്, അതോ അതുവഴി പോയ ഏതെങ്കിലും ഒരു മാമനോട് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞതാണോ? ഇങ്ങനെ ഉഷ്ണം കൂടിക്കഴിഞ്ഞാൽ ഞാൻ എന്താ കുട്ടികളെ ചെയ്യുക? പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഒക്കെ അല്ലാതെ നമുക്ക് വല്ല നിവൃത്തിയുണ്ടോ? ഈ KCB എന്തിനാ കറണ്ട് മാമ? ഇത്തരം അവസ്ഥകൾ വരുമെന്ന് മുൻകൂട്ടി കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? മാർച്ചിലൊക്കെ തകർത്ത് പെയ്യുന്ന മഴയാണെന്നാണോ മാമൻ കരുതിയത്? ഇവിടെ കറണ്ട് ഭയങ്കരമായിട്ട് ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ഒന്നും അറിയാത്ത മന്ത്രി കരുതിയത്. സാധാരണക്കാർക്ക് വരെ അറിയാമല്ലോ, ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി ഈ മാസങ്ങളിലൊക്കെ ഇവിടെ കനത്ത ചൂടായിരിക്കും. ഏതായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ ചൂട് കൂടാനേ സാധ്യതയുള്ളൂ, വൈദ്യുതിയുടെ ഉപഭോഗം കൂടാനേ സാധ്യതയുള്ളൂ. അതൊക്കെ മുൻകൂട്ടി കണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ള പദ്ധതികൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണ്ടേ? കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പദ്ധതികൾ തന്നാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനെങ്കിലും തയ്യാറാകണ്ടേ? ഇത് കടലാസിന്റെ നീളം വന്ന് വൈദ്യുതി ബില്ല് വരുമ്പോൾ കൂടുന്നതല്ലാതെ, അക്കത്തിന്റെ മൂല്യം കൂടുന്നതല്ലാതെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇനി സോളാറിലോട്ട് മാറാന്ന് വെച്ചാൽ അതിലും തട്ടിപ്പ് കൊണ്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അവർക്കും സർക്കാർ യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നില്ല. സാർ, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതല്ലേ? അതിന്റെ പുറത്താണ് ഗൾഫിന്റെ യുദ്ധം വന്നപ്പോൾ കുക്ക് മുഴുവൻ ഇലക്ട്രിസിറ്റിയിലായില്ലേ? നമ്മൾ ആരും ഒന്നും പ്രതീക്ഷിച്ചില്ലേ? പ്രതീക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു വകുപ്പിന് ഒരു മന്ത്രിക്ക് ശമ്പളവും തരുന്നത്, ബാക്കിയുള്ള സൗകര്യങ്ങളും എല്ലാം തരുന്നത് നാട്ടുകാരല്ല. ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന് മുൻകൂട്ടി നാടിന് വേണ്ടി കറണ്ട് ലാഭിക്കാൻ വേണ്ടി, അല്ല കറണ്ട് പിടിച്ചു വെക്കാൻ വേണ്ടി, കറണ്ട് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടത് നാട്ടുകാരല്ല. ഗൾഫിൽ യുദ്ധമുണ്ടായെങ്കിൽ എല്ലാ നാടുകളെ അത് ബാധിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്ത് ചെയ്താ നിലനിൽക്കുന്നത്? എവിടെങ്കിലും ഒരു യുദ്ധം ഉണ്ടായാൽ വിലക്കയറ്റത്തിന് കാരണമായിട്ട് അത് പറയും. അപ്പോൾ ഇതിനൊന്നും പിടിച്ചു നിർത്താൻ മുൻകൂട്ടി നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് സാരം. പിന്നെ എന്തിനൊരു ഭരണകൂടം? ഈ വരുന്നതിൻ്റെ ബാക്കി അനുഭവിക്കാനാണ് ജനങ്ങൾ കണ്ടതുപോലെ അങ്ങ് ജീവിച്ചാൽ പോരെ? മേളിൽ എന്തിനാ കുറേ ആളുകളും കുറേ വകുപ്പുകളും എന്നാ ചോദിക്കുന്നത്? അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലോഡ് കൂടുതലുള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാവിടെയും കേരളം മുഴുവനുമല്ല. കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ലോഡ് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. കറണ്ട് ലഭ്യമല്ലാത്ത വീടുകളിലൊന്നും പവർ കട്ടിങ്ങോ ലോഡ് ഷെഡിങ്ങോ ഒന്നും ഇല്ല കേട്ടോ. കറണ്ട് ഉള്ള വീടുകളിൽ മാത്രമേ ഉള്ളൂ. അതും മിക്സിയോ ബൾബോ ഫാനോ ഒക്കെ ഉപയോഗിക്കുന്ന വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണല്ലോ ബൾബും ഫാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള വീടുകളിൽ മാത്രമേ ഉള്ളൂ പവർ കട്ട്, അല്ലാത്തടങ്ങളിലില്ല.
ഈ വൈദ്യുതി വാങ്ങുന്നതിലടക്കം പ്രതിസന്ധി നിലവിലുണ്ട്, അങ്ങനെ എന്തെങ്കിലും? അല്ലാതെ ഉണ്ടായിരുന്നു അവർക്ക് കിട്ടാനില്ല. ഓ അപ്പൊ ഇവിടെ ഇല്ല സാധനം, വാങ്ങിക്കാനുള്ള ഗതിയില്ല, പിന്നെ എന്തോത്തിനാ ഈ 10 കൊല്ലം. പത്രക്കുറിപ്പിൽ അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. പത്രക്കുറിപ്പിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മന്ത്രിയുടെ കടമ തീർന്നു. ചോദിച്ചത് ഒരു തെറ്റായി പോയി കേട്ടോ. ആ റിപ്പോർട്ടർ ക്ഷമാപണം നടത്തി അങ്ങ് പൊക്കോളൂ. പ്രതിഷേധം പ്രകൃതിയോടല്ലേ ചെയ്യേണ്ടത്? പ്രകൃതി ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? പോയിന്റ് ഓഫ് ദ ടോക്ക്. പ്രകൃതി ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? പ്രകൃതിക്കെതിരെയല്ലേ നമ്മൾ മുദ്രാവാക്യവും മുഷ്ടി ചുരുട്ടിയ കൈകളുമായിട്ട് ഇറങ്ങേണ്ടത്? എല്ലാവരും ഓരോ കൊടിയും പിടിച്ച് പ്രകൃതിക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട് ഇറങ്ങണേ. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഇവിടെ ഹർത്താല്, നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹർത്താൽ നടത്തിയതുപോലെ പ്രകൃതിക്കെതിരായിട്ട്, പ്രകൃതിയുടെ ഈ ആസ്ഥാനത്തുള്ള പരിപാടികളുണ്ടല്ലോ, അതിനെതിരായിട്ട് പൊതുജനങ്ങളുടെ ജീവിതത്തെ, സുഗമമായ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ പ്രകൃതിയുടെ പല നടപടികളും ഈയിടെയായിട്ട് മാറുന്നുണ്ട്. അതിൽ പ്രകൃതിയോട് ശക്തമായിട്ട് അപലപിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഏത് രീതിയിൽ പ്രതിഷേധം നടത്തിയാൽ പ്രകൃതി ഒന്ന് സഹകരിക്കും മന്ത്രിമാമ? ഇനി മഴ എങ്ങാനും ഇടയ്ക്ക് തന്നാൽ നമുക്ക് ആർക്കും ആ മഴ കാണണ്ട എന്നും പറഞ്ഞ് വാതിലും ജനലും അങ്ങ് കൊട്ടി അടച്ചാലോ? മഴയെയും വെയിലിനെയൊക്കെ നമുക്കങ്ങ് ബഹിഷ്കരിച്ചാലോ? മഴവില്ലൊന്നും നമുക്കിനി കാണണ്ട, നമുക്ക് വേണ്ടി മഴവില്ലൊന്നും ഇവിടെ ഇനി തെളിയിക്കണ്ട. കാർമേഘങ്ങൾ ഇനി മാനത്തുരുണ്ടു കൂടുമ്പോൾ നമുക്ക് കൊഞ്ഞനും കുത്തി കാണിച്ച് പ്രതിഷേധിക്കണം. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് വല്ല ഫലങ്ങളോ ഇലകളോ ഒക്കെ പൊഴിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ ഭൂമിയിൽ, ഞങ്ങളുടെ മണ്ണിൽ ഇത് പതിക്കാൻ സമ്മതിക്കത്തില്ല. എല്ലാം മേളിലോട്ട് ആകാശത്തോട്ട് തിരിച്ച് റിട്ടേൺ പൊയ്ക്കോണം എന്നുള്ള രീതിയിൽ നമ്മൾ സിസ്റ്റം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഒരു സാധനങ്ങളും നമ്മുടെ മണ്ണിൽ വീഴണ്ട, എല്ലാം തിരിച്ചു പൊക്കോട്ടെ. ഇതൊന്നും തൂത്ത് വൃത്തിയാക്കാനോ ഇതൊന്നും ശേഖരിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഭൂമിയുമായിട്ട് തന്നെ ഏതൊക്കെ തരത്തിൽ നിസ്സഹകരണം നമുക്ക് തുടരാവോ അങ്ങനെ തുടരണം. ആ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഉടൻ തന്നെ സർക്കാർ, 5-6 ദിവസം കൂടെ ഉള്ളൂ, മാറുമോ? ഓരോ വകുപ്പിനും മന്ത്രിമാരെ ഇറക്കിയിരിക്കുന്നത് പ്രകൃതിയോട് പ്രതിഷേധിക്കണം, പ്രകൃതി ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചോന്ന്? ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയുടെ അടുത്ത് ലോഡ് ഷെഡിങ്ങിനെ കുറിച്ചും പവർ കട്ടിനെ കുറിച്ചും ചോദിക്കുമ്പോൾ തരുന്ന മറുപടി, കറണ്ട് കയ്യിലുള്ളപ്പോൾ എങ്ങനെ ചെലവാക്കണമെന്നും അറിയത്തില്ല, ഇല്ലാതെ വരുമ്പോൾ വാങ്ങിക്കാനും നിവൃത്തിയില്ല, എല്ലാം കൂടെ പൊതുജനങ്ങളുടെ നെഞ്ചത്ത്. പ്രതിഷേധം പ്രകൃതിയോടല്ലേ ചെയ്യേണ്ടത്? പ്രകൃതി ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇനി കൂടുതൽ പറഞ്ഞാൽ കറണ്ട് മാമൻ നിന്ന് കരയും. പോയാട്ടെ.